തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് ആലത്തൂർ MP കെ രാധാകൃഷ്ണൻ. ചേലക്കര തോണൂർക്കരയിലെ AUP സ്കൂളിൽ 19-ാം വാർഡ് 1-ാം ബൂത്തിൽ MP വോട്ട് രേഖപ്പെടുത്തി. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDFന് വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന വലിയ പ്രതീക്ഷയാണ് MP പങ്കുവച്ചത്. LDF വലിയ വിജയം നേടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുകയാണ്. 1ാം ഘട്ടം 7 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ചു. ഇന്ന് തൃശ്ശൂർ ജില്ല ഉൾപ്പെടെയുള്ള 7 ജില്ലകളിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഇനി നടക്കാൻ വേണ്ടി പോകുന്ന തെരഞ്ഞെടുപ്പിലും ത്രിതല പഞ്ചായത്തിൽ ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾ നൽകുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ ആവേശപൂർവ്വം പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് ഓരോ ബൂത്തിലും കാണാൻ വേണ്ടി കഴിയുന്നത്. അതെന്തുകൊണ്ടെന്നാൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് പൂർണ്ണമായിട്ടും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളായി മാറ്റുന്നതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വലിയ രീതിയിലുള്ള സംഭാവനയാണ് നൽകിയത്. നമുക്കറിയാം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് പ്രാദേശികമായിട്ടുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നുള്ള ഏറ്റവും ശരിയായ ഒരു വികസന നയം 97 മുതൽ നമ്മൾ ആരംഭിച്ചു. അതിൻ്റെ മാറ്റം നമ്മുടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് അല്ലെങ്കിൽ 9.5 വർഷത്തിലധികമായിട്ട് ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കുന്നതിൽ വലിയ ഇച്ഛാശക്തിയാണ്. വാഗ്ദാനങ്ങൾ നൽകാനുള്ളതല്ല, അത് നടപ്പിലാക്കാനുള്ളതാണെന്ന് തെളിയിച്ച ഒരു ഗവൺമെൻറ്റാണ് 9.5 വർഷമായിട്ട് നമ്മുടെ കേരളം ഭരിക്കുന്നത്. ആ ഭരണ നേട്ടമൊക്കെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നല്ലപോലെ മനസ്സിലാക്കുന്നുണ്ട്. വികസന രംഗത്തും ക്ഷേമ മേഖലയിൽ നമ്മുടെ കേരളം അത്ഭുതകരമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ഒരുമയ്ക്കും ഐക്യത്തിനും വേണ്ടിയുള്ള നിലപാടും സ്വീകരിച്ചു. വികസനവും ക്ഷേമവും മാത്രമുണ്ടായാൽ പോരാ, അതോടൊപ്പം തന്നെ അത് അനുഭവിക്കാൻ ജനങ്ങൾക്ക് അവസ്ഥ അതുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ മതസൗഹാർദ്ദവും സഹോദര്യവും ഒരുമയെല്ലാം നിലനിർത്താൻ വേണ്ടി ആ കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിൽ 1ാം സ്ഥാനത്ത് തന്നെയാണ് കേരളം നിൽക്കുന്നത്. അപ്പോൾ വികസന രംഗത്ത്, ക്ഷേമരംഗത്ത്, മനുഷ്യൻ്റെ ഐക്യത്തിൻ്റെ കാര്യത്തിൽ എല്ലാം നമ്മൾ മുന്നേറുന്ന ഈ സന്ദർഭത്തിൽ ഇടതുപക്ഷ മതനിരപേക്ഷ ശക്തികളെ ശക്തിപ്പെടുത്തുക എന്നുള്ള കടമ നമുക്ക് നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ജനാധിപത്യ സംവിധാനങ്ങൾ തകർക്കപ്പെടാനുള്ള സംവിധാനങ്ങളാണ് നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നത്. അപ്പോൾ ജനാധിപത്യ സംവിധാനങ്ങളെ നിലനിർത്താൻ വേണ്ടിയുള്ള പോരാട്ടമായിട്ട് ഓരോ തെരഞ്ഞെടുപ്പിനെയും നമുക്ക് മാറ്റിത്തീർക്കാൻ കഴിയണം. അതാണ് ഈ തെരഞ്ഞെടുപ്പിന് പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിൽ വരാനുള്ള അവസരം ഉണ്ടാക്കണം എന്നാണ്